ഇന്നത്തെ ഈ ഒരു വീഡിയോ കൂടി നമ്മൾ UCRPയിലത്തെ റോൾ പ്ലേ റൂൾസ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. UCRP സാമ്പ് സിറ്റി കളിക്കുമ്പോഴോ അതോ അവിടെ വൈൽഡ് ലിസ്റ്റ് എടുക്കാൻ പോകുമ്പോഴോ അവിടെ ചോദിക്കുന്നതും നിങ്ങൾ അവിടെ പാലിക്കേണ്ടതുമായിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻറ്റ് റോൾ പ്ലേ റൂൾസ് ആണിത്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒരു റൂൾ നിങ്ങൾ തെറ്റിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിക്കുന്നതായിട്ട് മറ്റ് സിറ്റിസൺസ് റിപ്പോർട്ട് ചെയ്യുകയോ ചെയ്ത് കഴിഞ്ഞാൽ UCRP നിങ്ങൾക്ക് ഇതിനെതിരായിട്ടുള്ള പണിഷ്മെൻറ്റ്സ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റത്തെ റൂളിലോട്ട് പോകാം. ഫസ്റ്റത്തെ റൂൾ നോക്കുകയാണെങ്കിൽ പവർ ഗെയിമിംഗ് എന്നാണ്. പവർ ഗെയിമിംഗ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ UCRP സാമ്പ് സിറ്റിയിൽ എന്തെങ്കിലും തരത്തിലൊരു പവർ ഉണ്ടെങ്കിൽ, എക്സാമ്പിളായിട്ട് അഡ്മിനായിട്ടോ ഹെൽപ്പറായിട്ടോ ഫാക്ഷനായിട്ടോ അല്ലെങ്കിൽ ഒരു ഗ്യാങ് ആയിട്ടോ ഉള്ള എന്തെങ്കിലുമൊക്കെ ടൈപ്പ് ഒരു പവർ ഉണ്ടാകും ഓരോ. നിങ്ങൾ ആ ഒരു പവർ ചുമ്മാ അബ്യൂസ് ചെയ്യണതിനാണ് പവർ ഗെയിമിംഗ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന് ഒരു അഡ്മിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ആ ഒരു അഡ്മിൻ എന്തൊക്കെ പവർ ഉണ്ടാവും? ഒരാളെ കിക്ക് ചെയ്യാനും ഒരാളെ അടുത്തോട്ട് ടെലിപ്പോർട്ട് ആക്കാനൊക്കെ ഒരു പവർ ഉണ്ട്. ആ ഒരു പവർ സർവറിന് ഉപകാരപ്പെടാത്ത രീതിയിൽ ചുമ്മാ അബ്യൂസ് ചെയ്യണതിനെയാണ് പവർ ഗെയിമിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിനെതിരെ ആക്ഷൻ സർവറിൽ നിന്ന് എടുക്കുന്നതായിരിക്കും. രണ്ടാമത്തെ റൂൾ നോക്കുകയാണെങ്കിൽ മെറ്റാ ഗെയിമിംഗ്. മെറ്റാ ഗെയിമിംഗ് എന്താ നോക്കുകയാണെങ്കിൽ നിങ്ങൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ഇൻ ഗെയിം സിറ്റീൻ്റെ ഉള്ളിലോട്ട് വലിച്ചിടുകയോ ചെയ്യുന്നതിനെയാണ് മെറ്റാ ഗെയിമിംഗ് എന്ന് പറയുന്നത്. മെറ്റാ ഗെയിമിങ്ങിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും തമ്മിൽ റിയൽ ലൈഫിൽ ഒരു ഫൈറ്റ് നടന്നു. ആ ഫൈറ്റ് നിങ്ങൾ ഇൻ ഗെയിമിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് തീർക്കുകയാണെങ്കിൽ അത് മെറ്റാ ഗെയിമിംഗ്. കാരണം റിയൽ ലൈഫും ഇൻ ഗെയിമും തമ്മിലൊരു ബന്ധവുമില്ല. ഇനിയിപ്പോൾ ഇൻ ഗെയിമിൻ്റെ അകത്ത് ഒരു ഫൈറ്റ് നിങ്ങളുടെ ഫ്രണ്ടും നടന്നിട്ട് അത് റിയൽ ലൈഫിൽ പോയിട്ട് ഫൈറ്റായിട്ട് തീർക്കുകയാണെങ്കിൽ അവിടെ മെറ്റാ ഗെയിമിംഗ് ആയിരിക്കില്ല. അവിടെ നിങ്ങളുടെ റിയൽ ലൈഫ് ലോയിൻ്റെ ഭാഗമായിട്ടുള്ള പണിഷ്മെൻ്റ് ആയിരിക്കും അനുഭവിക്കുന്നത്. അടുത്ത റൂൾ എന്താ നോക്കുകയാണെങ്കിൽ VDM അഥവാ വെഹിക്കിൾ ഡെത്ത് മാച്ച്. VDM അഥവാ വെഹിക്കിൾ ഡെത്ത് മാച്ച് എന്താ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ചുമ്മാ നമ്മുടെ സിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു പ്ലെയറിനെയോ നിങ്ങളുടെ ഇൻ ഗെയിമിലുള്ള വെഹിക്കിളായിട്ടുള്ള കാറോ ബൈക്കോ എന്തോ ആയിക്കോട്ടെ അതിന് ചെന്ന് ചുമ്മാ അയാളെ ഇടിക്കുന്നു അഥവാ ഒരു കാരണവും ഇല്ലാണ്ട് ആ വെഹിക്കിൾ വെച്ച് അയാളെ ചുമ്മാ ചെന്ന് കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് വെഹിക്കിൾ ഡെത്ത് മാച്ച് എന്ന റൂളിന് എതിരെയാണ്. അതിനെതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പണിഷ്മെൻറ്റ് നിങ്ങൾക്ക് ഇൻ ഗെയിമിൽ കിട്ടുന്നത്. അടുത്ത റൂൾ നോക്കുകയാണെങ്കിൽ RDM അഥവാ റാൻഡം ഡെത്ത് മാച്ച്. ഈ ഒരു റൂളും വെഹിക്കിൾ ഡെത്ത് മാച്ചും ഒരേപോലെയാണ്. റാൻഡം ഡെത്ത് മാച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിറ്റിയിലുള്ള ഏതെങ്കിലും ഒരാളെ നിങ്ങൾ ചുമ്മാ ചെന്ന് കൊല്ലുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് റാൻഡം ഡെത്ത് മാച്ച് എന്നുള്ള റൂളിന് എതിരെയാണ്. റാൻഡം ഡെത്ത് മാച്ചിന് ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ വെഹിക്കിൾ ഡെത്ത് മാച്ചിൽ നിങ്ങൾ വെഹിക്കിൾ ഉപയോഗിച്ച് ചുമ്മാ പോണ ആൾക്കാരേക്ക് ഇടിച്ച് കൊല്ലുകയാണെങ്കിൽ അത് വെഹിക്കിൾ ഡെത്ത് മാച്ചിനെതിരെ. പകരം ഇവിടെ റാൻഡം ഡെത്ത് മാച്ചിലോട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ വെഹിക്കിൾ അല്ല, ഇവിടെ നിങ്ങൾക്ക് ഇൻ ഗെയിമിൽ കിട്ടുന്ന വെപ്പണോ അഥവാ നിങ്ങളുടെ ഫിസ്റ്റോ ഉപയോഗിച്ച് ഒരാൾ ഒരു റീസണും ഇല്ലാണ്ട് ആ വെപ്പൺ ഉപയോഗിച്ച് ഷൂട്ട് ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊന്നു കഴിഞ്ഞാൽ അത് റാൻഡം ഡെത്ത് മാച്ച് എന്നുള്ള റൂളിനെതിരാണ്. ഇത് തെറ്റിച്ച് കഴിഞ്ഞാൽ അതിനെതിരെ ആക്ഷൻ നിങ്ങൾക്ക് സിറ്റിയിൽ കിട്ടുന്നതായിരിക്കും. അടുത്ത റൂള് നോക്കുകയാണെങ്കിൽ സ്ട്രീം സ്നൈപ്പിംഗ് എന്താ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിറ്റി ലൈവ് ചെയ്യുന്ന കുറച്ച് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ അവരുടെയൊക്കെ ലൈവ് ചെന്ന് കണ്ടിട്ട് നിങ്ങൾ ഇൻ ഗെയിമിൽ ചെന്ന് ആ ലൈവ് ഡിസ്റ്റർബ് ചെയ്യുകയോ അഥവാ ബിഗ് ഫാൻ ബ്രോ എന്നൊക്കെ ചെന്ന് പറഞ്ഞ് അവരുടെ ലൈവ് ആകെ കുളമാക്കാൻ നോക്കുകയാണെങ്കിൽ അത് സ്ട്രീം സ്നൈപ്പിംഗ് എന്നുള്ള റൂളിന് എതിരെയാണ്. ഈ ഒരു റൂള് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇൻ ഗെയിമിൽ അതിൻ്റെ രീതിയിലുള്ള പണിഷ്മെന്റ് കിട്ടുന്നതായിരിക്കും. അടുത്ത നമ്മുടെ റൂളാണ് ഫിയർ RP എന്ന് പറഞ്ഞ റൂൾ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ ഫിയർ RP എന്ന് പറഞ്ഞ റൂളിൽ പറയുന്നത് നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ ഇൻ ഗെയിമിലുള്ള ലൈഫിന് ഒരു വാല്യൂ. ഫിയർ RP എന്ന് പറഞ്ഞ റൂളിൽ പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, അത് മോർ ദാൻ വൺ പ്ലെയർ, ഒന്നിൽ കൂടുതലായിട്ടുള്ള ആൾക്കാർ നിങ്ങളെ ഗൺ പോയിന്റ് നിർത്തണമെങ്കിൽ നിങ്ങൾ അവിടെ പേടിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും പേടിച്ച് ഒച്ചയുണ്ടാക്കാനല്ല പറയുന്നത്. ഫിയർ എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അവിടെ പേടിക്കണം എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ലൈഫിന് നിങ്ങളുടെ വാല്യൂ കാണും. അവിടെ നിങ്ങൾ അവർ പറയുന്നത് പോലെല്ലാം ചെയ്യണം. അവർ നിങ്ങളുടെ അടുത്ത് പൈസ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പൈസ കൊടുക്കണം. മറിച്ച് നിങ്ങൾ പൈസയൊന്നും കൊടുക്കൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളായിരിക്കും അവിടെ റൂൾ തെറ്റിക്കുന്നത്. കാരണം അവർ ഒരു റോൾ പ്ലേ സ്റ്റൈലിൽ നിങ്ങളെ റോബ് ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾ ആ റോൾ പ്ലേക്ക് അനുസരിച്ച് നിന്നില്ലെങ്കിൽ നിങ്ങൾ അവിടെ ഫിയർ RP എന്ന് പറഞ്ഞ റൂൾ ബ്രേക്ക് ചെയ്യുന്നതിനെതിരെയാണ്. അതുപോരാണ്ട് അവർ നിങ്ങളെ ഗൺ പോയിന്റ് നിർത്തുന്ന സമയത്ത് നിങ്ങൾ അവിടെ നിന്ന് ഓടിക്കളയുകയോ അല്ലെങ്കിൽ ഗെയിം ബാക്ക് അടിച്ചിട്ടൊക്കെ പോകണമെങ്കിൽ നിങ്ങൾ ഫിയർ RP എന്ന് പറഞ്ഞ റൂൾ ബ്രേക്ക് ചെയ്യുന്നതിനെതിരെയാണ്. ഇതിനെതിരെ അവർ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ ഗെയിമിൽ അതിനായിട്ടുള്ള പണിഷ്മെന്റ് കിട്ടുന്നതായിരിക്കും. അടുത്ത റൂൾ നോക്കുകയാണെങ്കിൽ ന്യൂ ലൈഫ് റൂളിൽ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇൻ ഗെയിമിൽ എന്തെങ്കിലും ടൈപ്പ് ഒരു സിറ്റുവേഷൻ നടന്ന് നിങ്ങളവിടെ മരിച്ചു പോകണമെങ്കിൽ EMSന് നിങ്ങളെ പൊക്കാൻ സാധിച്ചില്ല, നിങ്ങളവിടെ മരിച്ചു പോയി ഹോസ്പിറ്റലിലോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മരിക്കുന്നതിന് മുമ്പ് നടന്ന 30 മിനിറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ മറന്നു പോകണം. നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ഇൻ ഗെയിമിൽ ഒരു റോൾ പ്ലേ ക്യാരക്ടറാണല്ലോ, നിങ്ങൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇൻ ഗെയിമിൽ ആ മരിക്കുന്നതിന് മുമ്പ് നടന്ന എല്ലാ 30 മിനിറ്റുള്ള കാര്യങ്ങൾ മറന്നു പോയി. ന്യൂ ലൈഫ് റൂളിന് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മരിച്ചത് ഒരു വെടിവെപ്പിൻ്റെ ഇടയിലാണ്. ഒരാൾ നിങ്ങളെ ഷൂട്ട് ചെയ്തതാണ് കൊന്നതെന്ന് വിചാരിക്കും. നിങ്ങൾ മരിച്ച് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ 30 മിനിറ്റുള്ള എല്ലാ കാര്യങ്ങളും മറന്നു പോകണമല്ലോ. അപ്പോൾ ആ ഒരാൾ കൊന്നത് നിങ്ങൾ മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ആയതുകൊണ്ട് തന്നെ അത് ആ 30 മിനിറ്റിൽ ഇൻക്ലൂഡ് ആകും. അപ്പോൾ ഒരാൾ കൊന്നത് പോലും നിങ്ങൾ മറന്നു പോയിരിക്കും. മറിച്ച് ഇവനാണ് കൊന്നതെന്ന് നിങ്ങൾക്ക് അറിയാം, എന്നാലും നിങ്ങൾ ഇത് മറക്കാണ്ട് 30 മിനിറ്റുള്ള കാര്യങ്ങൾ മറക്കാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വണ്ടി എടുത്ത് അവിടെ ചെന്ന് അവനെ ഷൂട്ട് ചെയ്ത് കൊന്നു കഴിഞ്ഞാൽ നിങ്ങൾ ന്യൂ ലൈഫ് എന്നുള്ള റൂൾ ബ്രേക്ക് ചെയ്ത് ഇതിനെതിരെ നിങ്ങൾക്ക് ഇൻ ഗെയിമിൽ ആക്ഷൻ ഉണ്ടാവും. അടുത്ത റൂളാണ് റിവെഞ്ച് റോൾ പ്ലേ എന്ന് പറയുന്ന റൂളിൽ പറയുന്നത് ഇൻ ഗെയിമിൽ ഏതെങ്കിലും തരത്തിൽ റീഎൻട്രീസ് ഇല്ലാത്ത സിറ്റുവേഷൻസിലേക്ക് നിങ്ങളെ ആരെങ്കിലും കൊല്ലുകയാണെങ്കിൽ നിങ്ങൾ അവിടെ
റീ എൻട്രി അടിച്ച് തിരിച്ച് അവരെ ചെന്ന് കൊല്ലുകയാണെങ്കിൽ അത് റിവെഞ്ച് റോൾ പ്ലേ എന്ന് പറയുന്ന റൂള് ബ്രേക്ക് ചെയ്യുകയാണ്. ഈ ഒരു റൂള് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ ഗെയിമിൽ അതിൻ്റെ രീതിയിലുള്ള ആക്ഷൻ എടുക്കുന്നതായിരിക്കും. അടുത്ത റൂള് നോക്കുകയാണെങ്കിൽ കോപ്പ് ബെയ്റ്റിംഗ് എന്ന് പറഞ്ഞ റൂളിൽ പറയുന്നത് നമ്മുടെ സിറ്റിയിലുള്ള പോലീസിനെയൊക്കെ ചുമ്മാ ചെന്ന് അങ്ങോട്ട് ചെന്ന് പ്രവോക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ ചുമ്മാ ചെന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ് ആക്കുക, അല്ലെങ്കിൽ അവരെ ചെന്ന് ഈ ഹിറ്റ് ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവരെ പ്രവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കോപ്പ് ബെയ്റ്റിംഗ് എന്ന് പറഞ്ഞ റൂള് നിങ്ങൾ ബ്രേക്ക് ചെയ്യുകയാണ്. ഈ ഒരു റൂള് ബ്രേക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇൻ ഗെയിമിൽ അതിൻ്റെ രീതിയിലുള്ള പണിഷ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. നമ്മുടെ റൂളാണ് കോംബാക്ട് ലോഗിൻ എന്ന് പറയുന്ന റൂള് പറയുന്നത് നിങ്ങൾ ഇൻ ഗെയിമിൽ ഏതെങ്കിലും തരത്തിലൊരു സിറ്റുവേഷൻ ഉണ്ടാക്കി വെച്ചിട്ട് ആ സിറ്റുവേഷൻ്റെ ഇടയിൽ നിന്ന് ഗെയിം ബാക്ക് അടിച്ച് പോണേനെയാണ് കോംബാക്ട് ലോഗിൻ എന്ന് പറയുന്നത്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങൾ നമ്മുടെ ഇൻ ഗെയിമിൽ ഏതെങ്കിലും തരത്തിലൊരു ബാങ്കോ ഷോപ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹൗസോ നിങ്ങൾ റോബ് ചെയ്തിട്ട് അപ്പോൾ റോബിൻ്റെ സമയത്ത് അവിടെ കോമൺ ആയിട്ട് ആ റോൾ പ്ലേൻ്റെ രീതിയിൽ പോലീസൊക്കെ വരും. അങ്ങനെ അവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണതിനാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി അവിടെ ഒരു ചേസിംഗ് ഒക്കെ നടക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ പിടിക്കപ്പെടുമെന്ന് അറിയുമ്പോൾ ഗെയിം ബാക്ക് അടിച്ചിട്ടൊക്കെ പോകണമെങ്കിൽ അതിനെയാണ് കോംബാക്ട് ലോഗിൻ എന്ന് പറയുന്നത്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു റിപ്പോർട്ട് നമുക്ക് കിട്ടണമെങ്കിൽ ഇതിൻ്റെതായിട്ടുള്ള രീതിയിൽ ഇൻ ഗെയിമിൽ നിങ്ങൾക്ക് പണിഷ്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അടുത്ത റൂള് നോക്കുകയാണെങ്കിൽ ബഗ് എക്സ്പ്ലോയിറ്റിംഗ് എന്ന് പറഞ്ഞ റൂള് പറയുന്നത് നമ്മുടെ ഇൻ ഗെയിമിൽ ഏതെങ്കിലും തരത്തിലൊരു ബഗ് ഉണ്ടെങ്കിൽ ആ ബഗ് നമ്മളോട് റിപ്പോർട്ട് ചെയ്യേണ്ട ആ ബഗ് നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യുകയോ അഥവാ നിങ്ങളായിട്ട് ഏതെങ്കിലും ഒരു ബഗ് ഉണ്ടാക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് ബഗ് എക്സ്പ്ലോയിറ്റിംഗ് എന്ന് പറയുന്നത്. അത് പോരാണ്ട് നിങ്ങളായിട്ടുണ്ടാക്കുന്ന ബഗ്ഗിനൊരു ഉദാഹരണം എന്നൊക്കെ പറയുകയാണെങ്കിൽ ഏതെങ്കിലും ടൈപ്പ് ഒരു ഫയൽസ് ഒക്കെ ഇട്ടിട്ട് ഒരു ബഗ് ഉണ്ടാക്കിയത് മറ്റുള്ളവർക്കും അത് ഡിസ്റ്റർബൻസ് ആണെങ്കിൽ അത് നമുക്ക് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനെതിരെ ആക്ഷൻ എടുക്കുന്നതായിരിക്കും. അത് പോരാണ്ട് സർവറിലുള്ള ബഗ് നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ്ട് മാക്സിമം യൂസ് ചെയ്യണമെങ്കിൽ ഒരു എക്സാമ്പിൾ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഇൻ ഗെയിമിലുള്ള ഏതെങ്കിലുമൊക്കെ ഒരു ജോബിന് എന്തെങ്കിലും ഒരു ബഗ് ഉണ്ടെന്ന് വിചാരിക്കും. ആ ബഗ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻ ഗെയിമിലുള്ള ആ ജോബിൽ ഡബിളായിട്ട് ക്യാഷ് കിട്ടുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ടൈപ്പ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ബഗ് ആണെങ്കിൽ നിങ്ങൾ അത് യൂസ് ചെയ്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്യാണ്ട് മാക്സിമം അങ്ങനത്തെ ബഗ്ഗൊക്കെ യൂസ് ആക്കി ക്യാഷ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞങ്ങൾ ആ ബഗ് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴത്തേക്ക് ലോഗൊക്കെ നോക്കി കഴിയുമ്പോൾ നിങ്ങൾ ആ ബഗ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ബഗ് വഴി നിങ്ങൾക്ക് കിട്ടിയ മൊത്തം ക്യാഷ് നിങ്ങൾ മൈനസ് ആക്കി തരുന്നതായിരിക്കും. അഥവാ നിങ്ങൾ ആ ക്യാഷ് ഉപയോഗിച്ച് വെഹിക്കിൾസൊക്കെ മേടിച്ച് കഴിഞ്ഞാൽ ആ കിട്ടിയ മേടിച്ച വെഹിക്കിൾസും ഫുള്ള് നമ്മൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നെടുത്ത് കളയുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു റൂൾ ബ്രേക്ക് ചെയ്താൽ അതിൻ്റേതായിട്ടുള്ള രീതിയിലത്തെ പണിഷ്മെൻറ്റ് ഉണ്ടാവുന്നതായിരിക്കും. അടുത്ത റൂളാണ് ചാറ്റ് സ്പാമിങ് സിമ്പിളാണ്, പേരിൽ തന്നെ ഗെയിമിലുള്ള ചാറ്റൊക്കെ ആയിട്ടുള്ള ഗ്ലോബൽ ചാറ്റ്, ഫേസ്ബുക്ക് ചാറ്റ്, ഇൻസ്റ്റാഗ്രാം ചാറ്റ്, അതുപോലെ പ്രൈവറ്റ് ആയിട്ടുള്ള ചാറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറഞ്ഞ് സ്പാം ആക്കിക്കൊണ്ട് നിൽക്കുന്നതിനാണ് ചാറ്റ് സ്പാമിംഗ് എന്ന് പറയുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആൾക്കാർക്ക് ഇത് ഇറിറ്റേറ്റ് ആവും. അതുകൊണ്ട് തന്നെയാണ് ഇത് ചാറ്റ് സ്പാം എന്നുള്ള റൂൾ ബ്രേക്കും ചെയ്യുകയാണ്. അപ്പോൾ ഇതിനെതിരായിട്ടുള്ള ആക്ഷൻ നിങ്ങൾക്ക് ഇൻ ഗെയിമിൽ കിട്ടുന്നതാണ്. അടുത്ത റൂളാണ് നോ സെൽഫ് പ്രൊമോഷൻ. അതിൻ്റെ പേരിൽ തന്നെയുണ്ട് ആ റൂൾ എന്താണെന്ന്. നമ്മുടെ ഗെയിമിൽ കയറിയിട്ട് UCRP സിറ്റീൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് മറ്റുള്ള സിറ്റികളെ പറ്റി മറ്റുള്ളവരോട് പ്രൊമോഷൻ ചെയ്യണേനെയാണ് നോ സെൽഫ് പ്രൊമോഷൻ എന്ന് പറയുന്നത്. അത് വേറെ ഏത് സിറ്റിയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ഡിസ്കോഡ് സെർവറോ എന്തോ ആയിക്കോട്ടെ, അങ്ങനെ മറ്റുള്ളവരോട് പ്രൊമോഷൻ ചെയ്യുന്നതായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ ലാസ്റ്റ് റൂളാണ് FRP അഥവാ ഫെയിൽ ആർ പി അഥവാ FRP എന്ന് പറയുന്ന റൂളിൽ കൂടി പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ എല്ലാ റൂൾസും ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിൽ നമ്മുടെ റോൾ പ്ലേ സെർവർ കളിക്കുന്നതിനാണ് ഈ ഒരു റൂൾ ബ്രേക്ക് ചെയ്യുന്നത്. ഫെയിൽ ആർ പി അഥവാ FRP എന്ന് പറഞ്ഞ റൂൾ നിങ്ങൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ ഗെയിമിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ആക്ഷനാണ് കിട്ടുന്നത്. അത് ചിലപ്പോൾ ബാൻ ആവും. അതുകൊണ്ട് തന്നെ ഈ റൂൾ നിങ്ങൾ ബ്രേക്ക് ചെയ്യാണ്ട് തന്നെ കളിക്കുക. ഈ റൂൾ മാത്രം ബ്രേക്ക് ചെയ്യാണ്ട് കളിക്കാനല്ല, കാരണം ഈ ഒരു റൂളിൽ തന്നെയാണ് എല്ലാ റൂൾസും ഉൾപ്പെടുന്നത്. അപ്പോൾ എല്ലാം ഫോളോ ചെയ്ത് നന്നായിട്ട് കളിച്ചാലേ നിങ്ങൾക്ക് നല്ലൊരു RP എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അപ്പോൾ റൂൾസ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടി കാണുക, എന്തായാലും മനസ്സിലാവും. ഇനി എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഡിസ്കോഡ് റോൾ പ്ലേ റൂൾസ് എന്ന് പറഞ്ഞ ചാനലിൽ ഇതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്, അവിടെ പോയി വായിച്ച് നോക്കാമെന്നുള്ളതാണ് നിങ്ങൾക്ക്.